പ്രിയപ്പെട്ട കൂട്ടുകാരന് എല്ലാവിധ മാനസികാരോഗ്യ സൗഖ്യവും നേരുന്നു. എന്നെ തെറ്റിദ്ധരിച്ച് താങ്കൾ എനിക്കെതിരെ നടത്തിയ എല്ലാ നീചമായ വാക്കുകൾക്കും ഞാൻ പുറത്തു തരുന്നു. അങ്ങനെ പുറത്തു തരാനുള്ള വിശാലമായ മനസ്സ് ഉണ്ടായത് 2 ദിവസങ്ങൾക്ക് മുമ്പാണ്. കുറഞ്ഞ കാലയളവാണെങ്കിലും താങ്കളെക്കുറിച്ച് ഞാൻ ഒരുപാട് മനസ്സിലാക്കി. പ്രഥമ കാണുമ്പോൾ താങ്കൾ വിനീതനായൊരു മനുഷ്യനാണ്. പക്ഷേ താങ്കളുമായി കൂടുതൽ അടുത്തവർക്കറിയാം, താങ്കളുമായി അടുക്കുന്നവരെ വെറുപ്പിക്കുന്ന സ്വഭാവമാണ് താങ്കൾക്കെന്ന്. അത് കൂടുതൽ വ്യക്തമാവാൻ ഞാൻ താങ്കളെ ഒരു പഠനത്തിന് വിധേയമാക്കി. അതിൻ്റെ ഭാഗമായി താങ്കളുടെ നാട്ടിലും അയൽവക്കത്തും പരിചയക്കാർ വളരെ കുറവാണെങ്കിലും ചിലരുടെ അടുത്തെങ്കിലും ഞാൻ പോയി സംസാരിച്ചു. അവർക്കെല്ലാം താങ്കളെക്കുറിച്ച് പറയാൻ നല്ല വാക്കുകളുണ്ടായിരുന്നില്ല. താങ്കളുടെ മനോനില അവർ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ അവരെല്ലാം താങ്കളെ ആ രീതിയിലാണ് കണ്ടുപോരുന്നത്. താങ്കൾ എന്നോട് പറഞ്ഞ ഒരുപാട് വാക്കുകളുണ്ട് വാട്സപ്പിലും മറ്റുമായി. അതൊന്നും ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു പ്രയാസമുണ്ടാക്കുന്ന വാക്കുകളേ അല്ല. അതിനൊരു കാരണമുണ്ട്. താങ്കൾ മറ്റുള്ളവരെക്കുറിച്ച് ഒരു കാലത്ത് എന്നോട് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒന്നുമല്ല. ആത്മാർത്ഥമായി കൂടെ നിൽക്കുന്നൊരു കൂട്ടുകാരൻ പോലും താങ്കൾക്കില്ല. അതിൻ്റെ കാരണം താങ്കൾ തന്നെയാണ്. താങ്കൾക്ക് കൂട്ടുകാരെ നേടിയെടുക്കാനുള്ള കഴിവില്ല. ചെറിയ പ്രശ്നത്തിന് പോലും താങ്കൾ വിഷമിക്കുന്ന സ്വഭാവക്കാരനാണ്. താങ്കളുടെ മാനസിക നില അത്തരത്തിലുള്ളതായിരിക്കാം. അതുകൊണ്ട് താങ്കൾ എന്നോട് പറഞ്ഞതെല്ലാം ഞാൻ പുറത്തു തരുന്നു. ഇനിയും നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തും പറയാം. പക്ഷെ ഞാൻ ഒരിക്കലും താങ്കളോട് ദേഷ്യപ്പെടില്ല. താങ്കളുടെ അവസ്ഥ അങ്ങനെയാണ്. താങ്കളോട് എനിക്ക് സഹതാപമാണ്, സ്നേഹമാണ്. അവസാനമായി ഒരു വാക്കുകൂടി. താങ്കളുടെ മനസ്സിൽ നന്മയുടെ പ്രകാശം കടന്നു വരട്ടെ. എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ഒരു സെക്കൻഡ് പോലെ. താങ്കളുടെ ജോലി താങ്കൾ ഭംഗിയായി നിർവഹിക്കുക. എന്നെ ശ്രദ്ധിക്കണ്ട. ഗുഡ് ബൈ.